എല്ലാവർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇന്ന് ഞാൻ ബീഫ് ഫ്രൈ ഉണ്ടാക്കാൻ പോകുന്നുണ്ടോ എല്ലാം നല്ലപോലെ നോക്കണേ. ആദ്യം ഗ്യാസ് കത്തിച്ച് ഉരുളി വെച്ച് അതിനകത്ത് വെളിച്ചെണ്ണ ചൂടായ ശേഷം കടുക് ഇട്ട ശേഷം പെരുംജീരകം ഇട്ട ശേഷം വറ്റൽമുളക്, അത് കഴിഞ്ഞിട്ട് കറിവേപ്പില, അത് കഴിഞ്ഞിട്ട് തേങ്ങ കുത്ത്, അത് കഴിഞ്ഞിട്ട് സവാള അരിഞ്ഞിട്ട്, അത് കഴിഞ്ഞിട്ട് നമ്മൾ പച്ചമുളക് ഇടാൻ പോകും. പച്ചമുളക് ഇടാനകത്ത് ഇട്ട് കഴിഞ്ഞിട്ട് അത് നല്ലപോലെ വാട്ടണം. ചുമന്ന കളർ വരണം വരെ വാട്ടണം. നല്ല ശരിക്ക് വാട്ടി കഴിഞ്ഞിട്ട് ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ടോ അതിനകത്ത് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്, അത് 2 ടീസ്പൂൺ ഇട്ട് നല്ലപോലെ അതിൻ്റെ കൂടെ വാട്ടണം. അത് വാട്ടി കഴിഞ്ഞിട്ട് നമുക്ക് ഇച്ചിരി കാശ്മീരി ചില്ലി, പിന്നെ ഇച്ചിരി പാണ്ഡ്യമുളക്, 2 മുളക് ശകലം ചേർത്ത് കഴിഞ്ഞിട്ട് ഇച്ചിരി നമുക്ക് മുളക് പൊടിയുടെ മല്ലിപ്പൊടിയുടെ ചേർത്തിട്ട് പിന്നെ മീറ്റ് മസാല കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ ശകലം മഞ്ഞൾപ്പൊടി, പിന്നെ ശകലം കുരുമുളക് പൊടി. എത്ര കുരുമുളക് പൊടി, ബീഫ് ഫ്രൈന് കുരുമുളക് ഇച്ചിരി ഏറെ വേണം, അതുകൊണ്ട് വീണ്ടും 1 സ്പൂണോട് കുരുമുളക്. എത്ര ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് ശരിക്ക് വാട്ടണം. ഇതിൻ്റെ പച്ച മണം മാറും വരെ നല്ലപോലെ വാട്ടണം. ഒത്തിരി കരിഞ്ഞാൽ കയ്പം മണം വരും. ജസ്റ്റ് പച്ചമണം മാറാത്ത രീതിയിൽ മാത്രം വാട്ടിയാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച് ബീഫ് അതിനകത്ത് വെച്ച് ഇളക്കണം. നല്ല ശരിക്ക് ഇളക്കി കഴിഞ്ഞിട്ട് ആ ഉള്ള മസാല ബീഫിനകത്ത് പിടിച്ച് കഴിഞ്ഞിട്ട് എങ്ങനെ വരും കളർ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉപ്പ് ചേർത്തില്ല. ഇപ്പം നമ്മൾ ഉപ്പ് ചേർക്കാൻ പോകും. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് അനുസരിച്ച് ഇട്ടാൽ മതി. നമ്മൾ ഇനി കുറേ നേരം ചെറിയ ഫ്ലെയിം വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ ബീഫ് ഫ്രൈ റെഡിയാവും. നല്ല രുചി വരും, നല്ല ടേസ്റ്റ് വരും. പിന്നെ ലാസ്റ്റിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ മണ്ടാക്കി ഇച്ചിരി വെളിച്ചെണ്ണ വെച്ച് കറിവേപ്പില മണ്ടാക്കി വെച്ച് പുറത്താക്കിയാൽ മതി. ഓക്കെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തതിന് ചാനൽ എങ്ങനെ ബീഫ് ഫ്രൈ ഉണ്ടാക്കി